ഗൈസ്, രാവിലെ സമയം 4:55 ഗൈസ്. നമ്മൾ കുറച്ചുപേരെ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ഓൺ ദ വേ. എത്തിപ്പോയി. അവർ നമ്മൾ ഓവർടേക്ക് ചെയ്തു ഗൈസ്. ഇന്ന് വരെ രാവിലെ 4 മണി കാണാത്ത ഞങ്ങൾ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കോട്ടപ്പാറ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. തൊടുപുഴയിൽ നിന്ന് ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ് പോകാനുണ്ട് വണ്ണപ്പുറം റൂട്ടിലേക്ക്. അപ്പോഴാണ് കോട്ടപ്പാറ എന്ന സ്ഥലം വരുന്നത്. ഹായ് ഗൈസ്. ഹായ് ഗൈസ് ഉണ്ടോ? ഹായ് ഗൈസ്. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. അപ്പൊ ഇതാ നമ്മള് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ആദ്യം ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തു. നമ്മളൊരു 6 AM ഒക്കെ ആകുമ്പോഴത്തേക്കും വരുന്നതാണ് ദ ബെസ്റ്റ് ടൈം ടു എക്സ്പ്ലോർ കോട്ടപ്പാറ. ബിക്കോസ് ഏകദേശം ആ ഒരു ടൈമിലാണ് ക്ലൗഡ്സ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതും പ്ലസ് നമുക്ക് സൺറൈസ് ഒക്കെ എക്സ്പ്ലോർ ആക്കാം. മോദി വരും, ഇപ്പ വരും. ഹൈ ഫൈ, ഹൈ ഫൈ. ഓടിപ്പാഞ്ഞ് നടന്നങ്ങളെല്ലാം പിടിച്ചു വെച്ചേക്കാണ് സൺറൈസ് കാണിക്കാൻ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അങ്ങനെയാവും. സൺകിസ്ഡ്. അതെ. ഹൗ ഫൈനലി നീ സൂര്യനെ കണ്ടുപിടിച്ചു തന്നു. ഓ കിഴക്കെവിടെ പടിഞ്ഞാറ് എന്നറിയാതെ കുറെ എണ്ണം സൺറൈസ് കാണാൻ ഇറങ്ങിയിരിക്കുക. സൂര്യൻ ഉദിച്ച തലയ്ക്ക് മുകളിൽ വന്നെങ്കിലും ഞങ്ങൾ ഓടിച്ചെന്ന് സൺകിസ് അടിച്ച് തുള്ളി ഗൈസ്. എവിടെ കണ്ടില്ലേ? കണ്ണിലൊഴിക്കുന്നാണോ? നമുക്ക് അന്നുവിന്റെ കണ്ണിലൊഴിക്കാം. പോട്ടെ, കളയരുത്. അയ്യോ, ഇവിടെ മാളിൽ എത്തിക്കഴിഞ്ഞുള്ള വ്യൂ അടിപൊളിയാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ശരിക്കും ഒരു മീശപ്പുലിമല പോലെ നല്ല ഭംഗിയാണ്. ക്ലൗഡ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പീസായിട്ട് ഇവിടെ ഇരിക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. പെട്ടെന്ന് തന്നെ മഴ വന്നു. അത്രയും നേരം ക്ലിയർ വ്യൂ ആയിരുന്നു. മഴ തുടങ്ങിയപ്പോഴത്തേക്കും മൊത്തം മിസ്റ്റ് കയറി മൂടാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഞങ്ങളെല്ലാവരും നനഞ്ഞ് കുളിച്ച്. താഴെ ചെറിയ ഒരു കടയുണ്ട്, ചായയും മഴയും. അവിടെ നിന്ന് ഇറങ്ങി നേരെ വാട്ടർഫോൾസിലേക്ക്. ഇത് എങ്ങോട്ടാ പോകുന്നേ? റബ്ബർ തോട്ടത്തിനിടയ്ക്കൂടെയാ? ഇതിലേ മുകളിലേക്ക് കുറച്ചധികം കയറാനുണ്ട്. കുറച്ചേ ഉള്ളൂ. എല്ലാവർക്കും തന്നെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കയറ്റവേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ച അവശരായി. ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ? അനി എവിടെ വാട്ടർഫോൾസ്? എവിടെ? നല്ലൊരു അടിപൊളി സ്ഥലം. പക്ഷെ കുറച്ച് ഓവർ ക്രൗഡഡ് ആയിരുന്നു എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ഇറങ്ങിയില്ല. വെള്ളത്തിനാ അല്ല, ഇതിനപ്പുറം ചാടി കടന്നവൻ. നമ്മുടെ വാട്ടർഫോൾസിന്റെ സൈഡിൽ ചെറിയ കടകളുണ്ട്. എന്തായാലും ചേട്ടൻ അനീതി നല്ല പോളിംഗ് ആണ്. അതിന്റെ ഇടയിൽ കൂടെ നെമ്മി മാസാവാൻ ശ്രമിച്ചതാണ്. എവിടെയാ വന്നിരിക്കുന്നത്? ചട്ടിക്കകത്ത് ബിരിയാണി എങ്ങനെയുണ്ട്? കപ്പ ബിരിയാണിയോ? അച്ചാറും അങ്ങനെയുണ്ട്. ഫിഷ് കറി മീൽസ് അങ്ങനെ പറയാം. അങ്ങനെ ഫുഡ് മേടിച്ച് നേരെ പാലായിക്ക്. ബാക്കി നാളെ.